ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഈ ഒരു പാർട്ട് കൊണ്ട് നമ്മൾ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇതിന് മുമ്പിലത്തെ പാർട്ടുകൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ ഒരു പാർട്ടുകളൊക്കെ കണ്ട് നോക്കിയിട്ട് നിങ്ങൾ ഈ ഒരു പാർട്ട് കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ മൂക്കിൻ്റെ ഭാഗമാണ് ഷെയ്ഡ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. അപ്പം ആ ഒരു ഭാഗത്ത്, അതായത് മൂക്കിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് കുറച്ച് ലൈറ്റ് അടിക്കുന്ന ഏരിയാസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഷെയ്ഡ് ചെയ്യുമ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഓരോ തവണ നിങ്ങൾ ഷെയ്ഡ് ചെയ്തിട്ട് പേപ്പർ സ്റ്റമ്പോ ബ്രഷോ എന്തെങ്കിലും ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പം ബ്ലെൻഡ് ചെയ്യുന്ന എപ്പോഴും നല്ല രീതിയിൽ റിയലിസ്റ്റിക് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യാറ്. അല്ലെങ്കിൽ ആ ഒരു ബ്ലെൻഡിങ്ങിലൂടെ ആയിരിക്കും ആ ഡ്രോയിങ് നല്ല രീതിയിൽ നമുക്ക് ഒരു കാണാനായിട്ട് ഭംഗിയുള്ളാവുക. അപ്പോൾ മാക്സിമം ഷെയ്ഡ് ചെയ്യുമ്പം കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കവളിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് ലൈറ്റ് അടിക്കുന്ന ഏരിയാസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ഒരുപാട് ഷെയ്ഡ് ചെയ്യാണ്ട്, അതായത് അതിന് ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ ഷെയ്ഡ് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാകും. അതായത് ഫുള്ളായിട്ട് നിങ്ങൾ ഷെയ്ഡ് ചെയ്യാൻ നിൽക്കേണ്ട. പിന്നെ ബ്രഷ് ഉപയോഗിച്ച് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, അതൊക്കെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താടി വരയ്ക്കാനുണ്ട്. അപ്പോൾ താടി മീശയൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് നോക്കുവാണെങ്കിൽ ഫുള്ളായിട്ട് തിക്നെസ് ആയിട്ടുള്ള ഭാഗമല്ല വരുന്നത്, അതായത് ഫുള്ളായിട്ട് കട്ടിയുള്ള താടിയല്ല വരുന്നത്. ഇടയ്ക്കെല്ലാം തീരെ ലൈറ്റായിട്ടുമുള്ള ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു കോളം നോക്കിയിട്ട് മനസ്സിലാക്കി ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പെൻസിൽ ആർട്ട് ലൈൻ്റെ 8B പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ആദ്യം താടി മീശ ആ ഒരു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുന്നത് ആദ്യം. പിന്നീട് നമ്മൾ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ തിക്നെസ് വരുന്ന ഭാഗത്തിൽ നമ്മൾ 10B ഉപയോഗിച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് കുറച്ചുകൂടെ കട്ടി കൂട്ടി നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വരയ്ക്കുന്നുണ്ട്. അപ്പം താടി മീശ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻസിൽ എപ്പോഴും ഷാർപ്പ് ചെയ്ത് തന്നെ യൂസ് ചെയ്യുക. ഓരോ രോമം വരുന്ന രീതിയിൽ തന്നെ വരച്ചെടുക്കാൻ ശ്രമിക്കുക. നല്ല ക്ഷമയോടെ ഇരുന്ന് വരയ്ക്കുക, നല്ല സമയത്ത് ചെയ്യുക. കാരണം നല്ല ഇതായിട്ട് വരച്ചാലേ നമുക്ക് ആ ഒരു റിസൾട്ട് നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ മുടി വരച്ചത് എങ്ങനെയാണ് അതുപോലെ തന്നെ നിങ്ങൾ താടി മീശയൊക്കെ വരയ്ക്കുക. അപ്പോൾ നമ്മൾ ചെവിയുടെ ഭാഗങ്ങളൊക്കെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെവിയുടെ ഭാഗത്ത് ഷെയ്ഡ് ചെയ്യാൻ ഒരുപാടൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇത് കൊടുത്താൽ മാത്രം മതിയാകും. അതുപോലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ നിങ്ങളുടെ കമൻറ്റായിട്ടോ മെസ്സേജായിട്ടോ ചോദിക്കാവുന്നതാണ്, ഞങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം പിന്നെ മെസ്സേജായിട്ട് ചോദിക്കുന്നതിന് ഇഷ്ടം ലിങ്ക് ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, അതുവഴി എന്നിട്ട് മെസ്സേജായിട്ട് ചോദിക്കാവുന്നതാണ്. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ഒരു ചാനൽ വഴി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ നല്ല നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നുള്ളൂ. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഈ ചാനൽ വഴി പറഞ്ഞു പോകാറുണ്ട്, അല്ലെങ്കിൽ ഓരോ ട്യൂട്ടോറിയൽ വീഡിയോസ് നമ്മൾ ഇട്ട് പോകാറുണ്ട്. പിന്നെ കളർ പെൻസിൽ ഡ്രോയിങ് ഒക്കെ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ മുമ്പോട്ട് ഇട്ട് പോകാം. അപ്പം ഒരുപാട് ഡ്രോയിങ് നമ്മൾ ഈ ചാനൽ ചെയ്തിട്ടില്ല, കളർ പെൻസിൽ ഒരുപാട് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡ്രോയിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കളർ പെൻസിൽ ഉപയോഗിച്ചിട്ട്. അപ്പം ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഡ്രോയിങ് അല്ലെങ്കിൽ കളർ പെൻസിൽ ഡ്രോയിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കുക. നമുക്ക് ഇനിയുള്ള ദിവസം കൂടുതലായിട്ടും ഈ പറഞ്ഞ കളർ പെൻസിൽ ഡ്രോയിങ് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ കളർ പെൻസിൽ ഡ്രോയിങ് എന്ന് വെച്ചാൽ നമുക്ക് നല്ല സമയം വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് സമയത്തിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും കളർ പെൻസിൽ ഡ്രോയിങ് ഉൾപ്പെടുത്താത്തത്. എങ്കിലും നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം ഓരോന്നും നിങ്ങൾ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക, വരച്ച് നോക്കുക. ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ആക്കുകയാണെങ്കിൽ തീർച്ചയായും ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാവുന്നതാണ്.
അപ്പോൾ നമ്മൾ ഫേസിൻ്റെ ഭാഗം ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താടി ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡാർക്കാക്കി കൊടുത്താൽ മാത്രം മതി. പിന്നെ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് കഴുത്തിൻ്റെ ഭാഗം ഷെയ്ഡ് ചെയ്യാനുണ്ട്, അതുപോലെ ഡ്രസ്സിൻ്റെ വർക്ക് കൂടെ ഉണ്ട്. അപ്പം അതിൻ്റെ കൈയൊക്കെ കാണുന്നുണ്ട്. അപ്പം നമ്മൾ കൈയുടെ ഭാഗം ഒന്നും വരച്ചിട്ടില്ല, അത് നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്തേക്കുന്നത്. നമുക്ക് മെയിനായിട്ട് ഫേസും ആ ഒരു ഡ്രസ്സിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വരച്ചിട്ട് ഈ ഡ്രോയിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കൈയുടെ ഭാഗങ്ങളൊക്കെ വരച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒഴിവാക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.